ഓക്കെ വിടോ. കുറച്ച് ഓക്കെ. നമ്മൾ പ്രോസസ്സിങ്ങിൻ്റെ ഇടയിൽ നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. പേര് ഞാൻ മറന്നുപോയി. ഗോപു ക്യാമറ വീഡിയോ. ഗോപു റിലാക്സ് ആയിട്ടിരിക്കും കേട്ടോ, ടെൻഷൻ ഒന്നും വേണ്ട. ഓക്കെ, ഫ്രീ ആയിട്ടിരിക്കും കേട്ടോ. ഓക്കെ, ഗോപുവിനെ ഞാൻ ചെറിയൊരു ഏരിയയിലേക്കൊന്ന് കൊണ്ടുപോകാൻ ശ്രമിക്കുകയാണ്. ഒന്ന് ചെറുതായിട്ടൊരു ഹൈപ്നോട്ടൈസിങ് ഒരു രീതിയിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുകയാണ്. ഓക്കെ, ഗോപു എൻ്റെ ഈ കൈയില്ലേ, ജോബുവിൻ്റെ ഈ കൈ വെച്ചിട്ട് കണക്ട് ചെയ്ത് വയ്ക്കും. ഓക്കെ, ബോഡി ഫ്രീ ആക്കുക, റിലാക്സ് ആവുക. ഓക്കെ, വേറെ ഒന്നും ചിന്തിക്കണ്ട. ഓക്കെ, ഈ കൈ കൊണ്ട്, ഗോപുവിൻ്റെ കൈ കൊണ്ട് ഈ കൈയിലേക്ക് എത്ര ഫോഴ്സിൽ പ്രസ് ചെയ്യാൻ പറ്റുമോ അത്രയും ഫോഴ്സ് യൂസ് ചെയ്യാം. ഹാർഡ്ലി ബോഡി ഫ്രീ ആക്കി വയ്ക്കാം. ഓക്കെ, ഇവിടെ പിടിക്കണ്ട, ഫ്രീ ആയിട്ട് ഹാർഡ്ലി നന്നായിട്ട് പോരാ, മാക്സിമം പോരാ, മാക്സിമം സ്ലിപ്പ്. ഗോപു റിലാക്സ് ആവുക. ഇനി ഞാൻ പറയുന്ന കാര്യങ്ങളാണ് ഗോപു അനുസരിക്കാൻ പോകുന്നത്. എൻ്റെ ഇൻസ്ട്രക്ഷനിലൂടെയാണ് ഗോപുവിന് മുന്നോട്ട് പോകാൻ പോകുന്നത്. ഓക്കെ, ബാക്ക് ടു ദ പൊസിഷൻ, നോർമൽ. റിലാക്സ് ആവുക, വേറെ ഒന്നും ചിന്തിക്കണ്ട. ഗോപു ടെൻഷൻ വേണ്ട, ഫ്രീ ആയിട്ടിരിക്കുക. ഓക്കെ, ഗോപുവിൻ്റെ ശരീരത്തിലേക്ക് ഇപ്പോൾ വന്ന ഒരു ഫോഴ്സ് ഉണ്ടല്ലോ, ആ ഒരു ഫോഴ്സ് ഇതിൽ കൂടെ, ഈ കൈ കൂടെ ട്രാൻസ്ഫർ ചെയ്ത് ഇവിടെ വന്ന് നിൽക്കാമെന്ന് വിചാരിക്കുക. ഓക്കെ, ഇനി ഗോപുവിൻ്റെ സ്വന്തം പേര് പറയാൻ സാധിക്കില്ല. ഗോപുവിൻ്റെ പേരൊന്ന് പറയാൻ ശ്രമിച്ചാട്ടെ. ട്രൈ ടു സേ യുവർ നെയിം. ട്രൈ ടു സേ യുവർ നെയിം ഹാർഡ്ലി. റിലാക്സ്. ഗോപുവിൻ്റെ പേരാണ് ഗോപു. ട്രൈ ടു സേ യുവർ നെയിം. പറയാൻ ശ്രമിക്കും. റിലാക്സ്. ടേക്ക് എ ഡീപ് ബ്രീത്ത്. റിലാക്സ്. ഇയാളെന്തിനാ ഇങ്ങനെ കറക്കുന്നിടോ? റിലാക്സ്. ഓക്കെ, പേരെന്താ? ഓക്കെ, റിലാക്സ് ആയിട്ടിരിക്കും കേട്ടോ. ഇതാണ് ഒരു ഗോപു. താങ്ക് യു സോ മച്ച്. ഗോപു, ഒരു കാര്യം ശ്രദ്ധിക്കണം, ഒരാളൊരു കാര്യം പറയുമ്പോഴേ ഇത്രയും അതിനെ കോർപ്പറേറ്റ് ചെയ്തിരിക്കരുത്. കാരണം എനിക്കിപ്പോ ഗോപുവിനെ എനിക്ക് ഇൻവോൾവ് ആയിട്ട് പോവാം. ഓക്കെ, എനിവേ താങ്ക് യു ഗോപു, താങ്ക് യു സോ മച്ച്. താങ്ക് യു. ഇപ്പൊ എന്താ സംഭവിച്ചതെന്ന് പറയാമോ? ഇപ്പോൾ പുള്ളി വന്നിരിക്കുന്ന ഒരു അവസ്ഥ എന്ന് പറയുന്നത് കൺഫ്യൂസിങ് ആയിട്ടുള്ളൊരു അവസ്ഥയാണ്. നോർമലി ഹിപ്നോസിസത്തിൻ്റെ ഒരു ഭാഗം തന്നെയാണ് കൺഫ്യൂസിങ് എന്ന് പറയുന്നത്. അപ്പോൾ കൺഫ്യൂസിങ് എന്ന് പറയുന്ന ഒരു അവസ്ഥയാണ്. ഈ കൺഫ്യൂസിങ് അവസ്ഥയിൽ പുള്ളി നിൽക്കുന്നത് ഒരു 4 to 6 seconds ആയിരിക്കും. ഈ 4 to 6 seconds ശ്രദ്ധിച്ചാൽ മനസ്സിലായി. ഈ 4 to 6 സെക്കൻഡിലാണ് എൻ്റെ പെർഫോമൻസ് നടക്കുന്നത് അവിടെ. ഓക്കെ, പിന്നെ പുള്ളി നോർമൽ അവസ്ഥയിലേക്ക് വരുമ്പോൾ വീണ്ടും ഞാൻ പുള്ളിനെ ആ അവസ്ഥയിലേക്ക് തന്നെ കൊണ്ടുവരികയാണ്. കൺഫ്യൂസിങ് പിന്നെയും ചെയ്യുകയാണ്, പിന്നെയും പുള്ളി കൺഫ്യൂഷൻ മോഡിലേക്ക് പോവുകയാണ്, പിന്നെ ഞാൻ പെർഫോമൻസ്. ഇത് എങ്ങനെ വേണമെങ്കിൽ നീട്ടി നമുക്ക് കൊണ്ടുപോകാൻ പറ്റും. മെയിനായിട്ട് ഇൻട്രാപ്റ്റ് ചെയ്യുക എന്ന് പറയും ഇതിൽ, അല്ലെങ്കിൽ കൺഫ്യൂസ് ചെയ്യുക എന്ന് പറയും. ഇതൊക്കെ സജഷൻ്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങളാണ്. എനിക്കറിയില്ല ഇത്രമാത്രം കാര്യങ്ങൾ ഇതുപോലെ ഓപ്പണായിട്ട് ആരെങ്കിലും ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല.